തുടർന്നല്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് വിജിലൻ ചാനലിൻ്റെ അവതാരകൻ കൂടിയായ എൻ്റെ പേര് രാധാകൃഷ്ണൻ. ബളാലാണ് എൻ്റെ സ്വദേശം. യാദൃശ്യമായ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും കൂടിയാണ്. സ്വാഭാവികമായി നമുക്കത് അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഭരണപക്ഷത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ഇനിയിപ്പോ നമ്മുടെ ഭാരതത്തിന്റെ ഭാവി, അല്ലെങ്കിൽ ആരാണ് ജയിക്കുക, ആരാണ് ഭരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2 ചോദ്യങ്ങളേ ഉള്ളൂ. അതിൽ രണ്ടാമത്തത് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അവര് ഒരു നിർണായക ശക്തികളാണ്. അപ്പൊ അവരിപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഭാഷയിലൊന്ന് സംസാരിച്ചാൽ ഞങ്ങൾക്ക് കേൾക്കാനുള്ള താല്പര്യമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടൊരു പ്രവചനമൊന്നും നമ്മുടെ ആഗ്രഹം കൊണ്ട് പറയുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാകുന്നുണ്ട്. ഏത് മുന്നണി ജയിച്ചാലും NDA ഭരിക്കും. BJP നിർത്തുന്നില്ല. കാരണം കണ്ടു കഴിഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളിലെല്ലാം ഒരു ഭരണം എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് BJPയുടെ തന്ത്രം തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ഭൂരിപക്ഷം കുറഞ്ഞാലും മറ്റ് സഖ്യങ്ങളിൽ നിന്ന് കക്ഷി ചേർന്നിട്ട് ഭരണം കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ ചിലപ്പോൾ BJP ഇപ്പോഴേ മെനയുന്നുണ്ടാകാം. അതാണ് കേരളത്തിലെ BJPയുടെ ഭാവി എന്ന് വെച്ചാൽ, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലും കേരളത്തിലെ മതാടിസ്ഥാനത്തിൽ ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും മതത്തെ ഏറെ ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹം സുരേഷ് ഗോപിയെ പിന്തുണച്ചാൽ സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം BJPക്ക് ഉണ്ടാകും. അത് തിരുവനന്തപുരത്താണ്. രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, നിങ്ങൾ ചോദിച്ചത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പൊതുവെ അഴിമതി പറഞ്ഞൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ ലഭിച്ചില്ല എങ്കിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗ് ഇനി അത് തുടരണമോ എന്ന് അതിലെ ഒട്ടുമിക്ക ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇടതുപക്ഷത്തോട് ചേരണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദേശീയ തലത്തിൽ ഇടതുമുന്നണിക്ക് പ്രത്യേക പ്രാധാന്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് കൂടി നിന്നാൽ മുസ്ലിം ലീഗിന് ഒരു കേന്ദ്ര ഭരണം ലഭിക്കില്ല, അല്ലെങ്കിൽ ഒരു സ്വാധീനം ലഭിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ കോൺഗ്രസിന് അത് ലഭിക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ അവരെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നുണ്ട്. ഇടതുപക്ഷവുമായി ചേരാൻ അവർ സ്വീകരിക്കുന്നുമുണ്ട്, പോകാൻ കുറെ പേർ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് വേണോ എന്ന് മുസ്ലിം ലീഗിന്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതിൽ ഏത് വേണമെന്ന് ചിന്തിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ചിന്ത വരുമ്പോ ഇവര് കോൺഗ്രസ് വിട്ടു പോകേണ്ടത് ഇടതുപക്ഷത്തേക്കാണ്. ഇടതുപക്ഷം നിലവിൽ കേരളത്തിൽ നിരവധി അഴിമതികളുടെ ഒരു പേര് കളങ്കിതമായി നിൽക്കുന്ന ഒരു ഭാഗത്ത് ആ പാർട്ടിയോട് ചേർന്നാൽ എന്താകും എന്നുള്ള ഒരു ജിജ്ഞാസ മുസ്ലിം ലീഗിനകത്ത് ഇന്നുണ്ട്. മുസ്ലിം ലീഗില് അത് ചർച്ചാ വിഷയവുമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് പോയാൽ എന്താകും എന്നുള്ള ഒരു ത്രിശങ്കു സർഗത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ
ഇടതുപക്ഷത്തേക്ക് പോയാൽ എന്താവും, എന്താണ് അതിന്റെ ബാക്കി പത്രം എന്ന് വെച്ചാൽ, കേന്ദ്രത്തിലെ BJP-യുടെ ഇതിനു മുമ്പുള്ള പ്രഖ്യാപനം കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നു. പക്ഷേ ഇനി കയറുന്ന BJP ഗവൺമെന്റിന്റെ ഒരു പ്രധാന അവരുടെ ഒരു വാഗ്ദാനം അഴിമതി മുക്ത ഭാരതം എന്നായിരിക്കും. അപ്പോൾ ആ അഴിമതി മുക്ത ഭാരതം എന്ന അതിൽ നീങ്ങുമ്പോൾ കേരളത്തിലെ പ്രാദേശിക തലത്തിലുള്ള, ഇപ്പൊ കരിവെന്നൂർ ബാങ്ക് മുതലുള്ള പ്രാദേശിക നേതാക്കൾ വരെ ചിലപ്പോൾ കേസിൽ പെടുകയും അഴിമതികളിൽ പെടുകയും, നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും മാധ്യമങ്ങളിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഇവർ കേസുകളിൽ പെടുകയും ചെയ്യുമ്പോൾ ആ പാർട്ടി ഒരു തകർച്ചയിലേക്ക് പോകുമോ എന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഒരു ജിജ്ഞാസയുണ്ട്. ഈ രണ്ടിന്റെ മധ്യത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അങ്ങനെ ചോദിച്ചോളൂ. ചോദിക്കാനൊന്നുമില്ല. എങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് അവരുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് പൊതുവെ അഴിമതി കുറഞ്ഞൊരു പാർട്ടിയാണ്. കുറഞ്ഞതെന്ന് പറയാൻ യാദൃച്ഛികമായിട്ടാണെങ്കിലും മേൽപ്പാലത്തിന്റെ ഒക്കെ കാര്യങ്ങളിൽ അവർ പെട്ടിട്ടുണ്ട്. എങ്കിലും ഒരു അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ അഴിമതി രഹിത പാർട്ടിയെ, ഒരു സഖ്യം മുന്നോട്ട് വേണമെന്ന് BJP ആവശ്യപ്പെട്ടാൽ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം വരുന്ന ആൾക്കാർ ആ മുന്നണിയിൽ പങ്കാളികളാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.